സൂപ്പർ സ്റ്റാറിന്റെ ഫൈനൽ ഓഡീഷൻ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കൊച്ചു മിടുക്കി കൂടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. പേരെന്താ? സാന്നിധ്യ. കമ്മെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഓടി വരാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. സാന്നിധ്യ അല്ലേ? ഈ പേരാരായിട്ടെ? എൻ്റെ അമ്മയും അച്ഛനും. അമ്മയും അച്ഛനും. ഓക്കെ, നമ്മുടെ സ്ഥലം എവിടെയാ? കണ്ണൂർ, പയ്യന്നൂർ. പയ്യന്നൂർ. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. ജഡ്ജസ് എല്ലാം നല്ല വാങ്ങുന്നുണ്ട്. ജഡ്ജസ് ഒക്കെ നല്ലത് പറഞ്ഞെന്ന് പറഞ്ഞ ആള് ചിരിയാണ് കേട്ടോ. അത്ര സന്തോഷമായെന്ന് തോന്നുന്നു. അപ്പൊ ഇതിനൊക്കെ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യും, എന്നാലും അച്ഛനാണ് കുറച്ചും കൂടി ഒന്ന് പുള്ള് ചെയ്യാം. ആണല്ലേ? അപ്പം സോറി, പുഷ് ചെയ്യാ പുള്ള് ചെയ്യാ. എനിക്ക് തോന്നുന്നു ആൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. സന്തോഷം കൊണ്ടിട്ടായിരിക്കും. സാറിയില്ല കുട്ടി, പോട്ടെ. അപ്പൊ എന്തായാലും അച്ഛനാണ് ഫുൾ സപ്പോർട്ട്. അപ്പം ഇവിടെ ഇത് എത്രാമത്തെ ഓഡിഷൻ ആയിരിക്കും? ഇത് ആളെണ്ണാണ്. ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നും അല്ല. മരുഭൂമി നടുവല്ലി തന്താവോ ചിലുവയെ ಕನಸುಗಳ ರಾಶಿಯನೋ ತಂದಾವೋ ಚಿಲುಮೆ ಉಣವುಂಟೆ ಜೀವದ ಕೂಗಿಗೆ. എന്താണ് ഈ പാടിയത്? ഒന്നും മനസ്സിലായില്ലെങ്കിലും നമ്മുടെ പാട്ടിന് ഭാഷയില്ലെന്നല്ലേ പറയുന്നത്. ഞാൻ എൻജോയ് ചെയ്തു. ഇതൊരു റൊമാൻറ്റിക് സോങ് അല്ലേ? അതെ അതെ, എന്താ അതെനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും മിടുക്കിയായിട്ട് പാടി കേട്ടോ. അപ്പം നമ്മുടെ ആഗ്രഹം പോലെ തന്നെ കിട്ടട്ടെ. പ്രാർത്ഥിക്കാം, ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ബൈ. ഇനി വരാൻ പോണ ആള് അതുപോലെ തന്നെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ആളാണ്. വാ. ഹലോ ഹലോ ശ്രീഹരി, എങ്ങനെ ഉണ്ടായി? കുഴപ്പമില്ല, പാടിയെന്ന് തോന്നുന്നു. ജഡ്ജസ് എല്ലാം നല്ലൊരു ഇതാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ സ്ഥലം എവിടെയാണ്? ഏങ്ങണ്ടിയൂർ. ഓക്കെ, അപ്പം തൃശ്ശൂരാണ്, നമുക്കറിയാം. അപ്പൊ എന്തായാലും ഇന്ന് ഇവിടെ വന്നപ്പം ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. വന്നപ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തിനാ ടെൻഷൻ? അപ്പൊ കഴിഞ്ഞപ്പോ ഒരു ടെൻഷനും ഇല്ല. കഴിഞ്ഞപ്പോ എല്ലാം തീർന്നല്ലോ. ഇനിയിപ്പോ ടെൻഷൻ അടിക്കുന്ന എന്തിനാ അല്ലേ? ആശ്വാസമായി. അതന്നെ. ഓക്കെ, അപ്പം ശ്രീഹരി എപ്പോ തൊട്ടാ പാട്ടിലേക്ക് വന്നു തുടങ്ങിയത്? ഞാന് ചെറുപ്പം തൊട്ടുണ്ട്, പാടും. പക്ഷെ കൂടുതൽ പുറത്തു വന്നത് 4ാം ക്ലാസ്സിലാണ്. അത്ര 4ാം ക്ലാസ്സിലാണ്. ആരാണെന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? അച്ചാച്ചൻ, അമ്മ, അച്ഛൻ, പിന്നെ എൻ്റെ ഉണ്ണി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്നാലും നന്നായി പാടിക്കോളോട്ടോ, അങ്ങനെ കയറി പോകുമ്പോഴും നന്നായി പാടിക്കോളോട്ടോ, സൂപ്പറായിട്ട് പാടിക്കോളോട്ടോ അങ്ങനെയൊക്കെ പറയും. അപ്പം മോൻ പാട്ട് പാടുന്ന കേട്ട് ഉണ്ണി ഇരിക്കാറില്ലേ? ഇരിക്കാറുണ്ട്. അവളും പാട്ട് പാടും. ആഹാ, ഉണ്ണിക്ക് എത്ര വയസ്സുണ്ട്? 4.5 വയസ്സുള്ള ആളും പാട്ട് പാടും അല്ലേ? അപ്പം മോൻ പാടുന്ന ഏത് പാട്ടാണ് ഉണ്ണിക്ക് ഏറ്റവും ഇഷ്ടം? കൊല്ലം കൂട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റൻ കിളി കോത്താമൂരി പാട്ടും പാടി വായു ഈ വഴി 1000 കാവിലെ ആവാരം പൂവിനെ ആട്ടിയുറക്കാനു ഞാനും കൊണ്ടുവാ പൈങ്കിളി. ആഹാ, തകർത്തു. ഗംഭീരമായിട്ട് പാടി കേട്ടോ. മിടുക്കനാണ്. അപ്പൊ എന്ത് തോന്നുന്നു, കിട്ടോ? അറിയില്ല. പ്രാർത്ഥിക്കാം. അതെ, ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ? അപ്പൊ എന്തായാലും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.